ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പ് കാലത്തിലാണ്. നോമ്പ് കാലത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിൽ നമ്മൾ ഈ ആദ്യം മുതലേ കഴിഞ്ഞ് 2 പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. നോമ്പെന്ന് പറയുന്നത് കേവലം കുറച്ച് ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നതൊന്നുമല്ല. അതിലുപരിയായിട്ട് അത് മറ്റു പലതുമാണ്. അതിൻ്റെ ഒരു വശം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിൽ പരസ്പരമുള്ള പെരുമാറ്റത്തിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച്. ഇന്നത്തിൽ പറയുന്നത് മറ്റൊന്നാണ്. 1-ാം വായന നിയമാവർത്തനം 15-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. അവൻ ആവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം. മോചനത്തിൻ്റെ വർഷമായ 7-ാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരൻ നിഷ്കരണം വീക്ഷിക്കുകയും അവനൊന്നും കൊടുക്കാതിരിക്കുകയും അരുത്. നീ താമസിക്കുന്നിടത്ത് ഒരാൾ പാവപ്പെട്ടവനുണ്ട്, ഉള്ളതിൻ്റെ ഓഹരി അവനും കൊടുക്കണം. പിന്നെ പറയണം 7-ാം വർഷം. ആ 7-ാം വർഷത്തിൻ്റെ കാര്യം അത് സാബത്ത് വർഷമാണ്. ഈ ജൂബിലി വർഷത്തിൽ ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കടങ്ങളെല്ലാം ഇളച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു വർഷം വരികയാണ് എന്ന് കരുതി നീ അവന് കടം കൊടുക്കാതിരിക്കുക. കാരണം നിനക്കറിയാം, ജൂബിലി വർഷം കഴിയുമ്പോൾ നീ അത് ഇളച്ചു കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ അടുത്ത 7-ാം വർഷമായിരിക്കും, 7 വർഷം കഴിയുമ്പോൾ. അപ്പോൾ നീ ഇപ്പോഴേ തന്നെ കടം കൊടുക്കാതിരിക്കുക. അത് ശരിയല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് നീ ദരിദ്രനായ സഹോദരനെ നിഷ്കരണം വീക്ഷിക്കുകയും അവനൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. അവൻ നിനക്കെതിരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കർത്താവ് നിന്നിൽ കുറ്റം ആരോപിക്കും, അത് നിനക്ക് പാപമായി തീരും. പ്രിയമുള്ളവരെ, ദരിദ്രൻ്റെ ഇപ്രകാരമുള്ളവരുടെ വേദന, അവരുടെ ആ ദൈവത്തിൻ്റെ മുമ്പിലുള്ള നിലവിളി അത് ദൈവം കേൾക്കും. അത് ദൈവം കേൾക്കുന്ന എങ്ങനെയാണ്? അവൻ്റെ അയൽക്കാരൻ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ, ഒന്നും കൊടുക്കാതിരിക്കുന്നവർ, സ്വാർത്ഥർ, ധനമോഹികൾ, അവർക്കത് പാപമായി തീരും. ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ ഉപവസിക്കുമ്പോൾ ഇത് ഓർക്കണം. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇവിടെ നല്ല ഫീസൊക്കെ കൊടുത്ത്, അയൽവക്കത്തെ കുട്ടിക്ക് പുസ്തകം മേടിക്കാനായിട്ട്, ഒരു കുട മേടിക്കാനായിട്ട് കാശില്ലെങ്കിൽ ആ കുട്ടിയുടെ നിലവിളി കർത്താവിൻ്റെ മുമ്പിലെത്തും. അത് നിൻ്റെ കുട്ടിക്ക് പാപമായി തീരും. അതാണ് പറഞ്ഞു വരുന്നത്. നിൻ്റെ കുട്ടി ഒരു പക്ഷേ വഴിപിഴയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ആ ദരിദ്ര കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നായി പറഞ്ഞുകൊള്ളത്. നീ അവന് ഉദാരമായി കടം കൊടുക്കണം, അതിൽ ഖേദിക്കരുത്. അതാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് ഖേദമുണ്ടാവരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ പ്രവൃത്തികൾ അനുഗ്രഹീതമാവുകയുള്ളൂ. ദൈവമുള്ളവർ, ഇതാണ് ദൈവം ഈ ഭൂമിയിൽ, ഈ പ്രകൃതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന നിയമം. ഇതൊക്കെയാണ്. ഇതിന് വിരുദ്ധമായിട്ട് പോകുമ്പോൾ ആ പ്രകൃതി നിയമം ലംഘിക്കപ്പെട്ടാൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകും. അത് ദൈവം ശിക്ഷിക്കുന്നതല്ല. ആ പ്രവൃത്തി ദൈവത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അതിനുണ്ടാകുന്ന ശിക്ഷയല്ലെങ്കിൽ പ്രത്യാഘാതമാണ്. തീയിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ, അത് കൈവച്ചാൽ പൊള്ളുമെന്നുള്ളത് ആ തീയുടെ പ്രത്യേകതയാണ്. പൊള്ളിക്കും. അത് ആരുടെയും കുറ്റമല്ല, ദൈവം ശിക്ഷിക്കുന്നില്ല. ഇതുപോലെ തന്നെ ദൈവം പറയുന്ന ഈ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതമാണ് ഈ പറഞ്ഞു വരുന്നത്. അത് നല്ലത് ചെയ്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, തിന്മ ചെയ്താൽ നീ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ഇത് പിന്നീട് കർത്താവ് ഉദ്ധരിക്കുന്നൊരു ഭാഗമാണ്. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനെന്നും ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞ് ഈ പാപിനിയായ സ്ത്രീ കൊണ്ടുവന്ന് സുഗന്ധം പൂശുമ്പോൾ മറ്റുള്ളവർ പറയുന്നൊരു കാര്യമാണ്. അത് ഇവിടുന്ന് എടുത്തിട്ടാണ്. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. കാരണം നിന്റെ നാട് നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ. നീ അധ്വാനിച്ചിട്ട് കിട്ടിയതെന്നല്ലേ ഈ കാനാൻ ദേശം. നിന്നെ ഞാൻ അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നതാണ്. ആ മോശയും ഫറോനെയും യോശുവയെയും കാലേബിനെയും ഒക്കെ നിന്റെ മുമ്പിൽ നിർത്തി അവരെയൊക്കെ നീ ഒരുപാട് പീഡിപ്പിച്ചു. എന്നിട്ട് പോലും നിന്നെ ഞാൻ ഈ കനാൻ ദേശത്ത് കൊണ്ടുവന്നു, ഫ്രീ ആയിട്ട് തന്നതാണ്. അതുകൊണ്ട് നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. വെറുതെ അങ്ങോട്ട് ഉപദേശിക്കുകയല്ല ചെയ്യുന്നത്. ദൈവം കൽപ്പിക്കുകയാണ്. കൽപ്പന അനുസരിക്കപ്പെടാനുള്ളതാണ്. അത് കേട്ട് ഈ ചെവിയിലൂടെ കേട്ട് ഇതിൽ ഇറങ്ങിപ്പോകാനുള്ളതല്ല. ഈ നോമ്പ് കാലത്ത് ഈ ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ കണ്ടില്ല, കേട്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ 6 വർഷം സേവിക്കുകയും ചെയ്താൽ 7-ാം വർഷം ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം.
അടിമക്കച്ചവടം പണം കടം മേടിച്ച് കൊടുക്കാനില്ലാതെ വരുമ്പോൾ ചിലപ്പം സ്വന്തം ഭാര്യയും മക്കളെയും കൊടുക്കും, അതല്ലെങ്കിൽ പണയം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ 7-ാം വർഷം നീ കാശൊന്നും മേടിക്കാതെ അവനെ സ്വതന്ത്രനാക്കണമെന്നാണ് ഈ പറഞ്ഞത്. സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറും കൈയോടെ വിടരുത്. നിന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്ന് അവന് ഉദാരമായി നൽകണം. കാരണം അവനിവിടെ ഒന്നും സമ്പാദിച്ചില്ലല്ലോ, അവന് പോകുമ്പോൾ ജീവിക്കണ്ടേ. അതുകൊണ്ട് അവനുണ്ടാക്കിയ ഈ സ്വത്തിൽ നിന്ന് നീ അവന് ഓഹരി കൊടുക്കണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം. നീ ഒരിക്കൽ അടിമയായിരുന്നു ഈജിപ്തിൽ നിന്നും. നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്ന് നീ ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം കൽപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉപവാസവും നോമ്പും ഒക്കെ സാർത്ഥകമാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തലമറന്ന് എണ്ണ വെക്കരുത് എന്ന് പറയാറില്ലേ? ഒന്നുമില്ലാത്തവരായിട്ട് നമ്മൾ ഒരുപക്ഷെ ഈ ഭൂമിയിൽ വന്നവരാണ്. അതുപോലെ നമ്മൾ ഈ കുടിയേറ്റ പ്രദേശത്താണെങ്കിൽ ഒരുവിധമൊക്കെ കാശുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഉള്ളവരുണ്ടില്ലാത്തവരുമുണ്ട്. അപ്പോഴതൊക്കെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്. നമുക്ക് തന്ന ആരോഗ്യം ശരിയാണ്. ആ ആരോഗ്യവും ബുദ്ധിയുമൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തതെങ്കിൽ പോലും അതും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഈ ദരിദ്രനെ സഹായിക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ വായന 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നരായിരുന്നിട്ട് നിങ്ങളെപ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ 1 വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാൻ തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവിനനുസരിച്ചും പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നും അല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നുമാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവനൊന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല എന്നീ പറഞ്ഞു വരുന്ന പൗലോസ് കൊറിന്ത്യരുടെ സഭയിൽ നിന്ന് കോരിന്തോസിൽ നിന്ന് സംഭാവനകൾ ശേഖരിച്ച് ജെറൂസലത്തുള്ള സഭയിലെ ആളുകൾക്ക് സംഭാവന കൊണ്ട് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ കുറേ കാലം മുമ്പ് തന്നെ ആലോചനയായി. ജെറൂസലത്തുള്ളവർ പാവപ്പെട്ടവരാണ്, അവർക്ക് വലിയ സമ്പത്തില്ല. കോരിന്തോസ് എന്ന് പറയുന്നത് വലിയ തുറമുഖ നഗരമാണ്, വ്യവസായ നഗരമാണ്, കച്ചവട നഗരമാണ്. അവിടെ ധാരാളം സമ്പത്തുള്ളവർ ക്രൈസ്തവരായിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് സംഭാവന എടുത്തിട്ട് പൗലോസ് ഈ ജെറൂസലത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പൗലോസ് പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നരായിരുന്നിട്ടും നിങ്ങളെ പ്രതി അവൻ ദരിദ്രനായി മുഴുവൻ തരുവാണ് ചെയ്തത്. നിങ്ങൾക്ക് മുഴുവൻ അപ്പത്തിൻ്റെ രൂപത്തിൽ മുറിച്ചു തന്നില്ലേ? ഇനി അവൻ എന്താ ബാക്കിയുള്ളത്? അതുകൊണ്ട് തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ തൻ്റെ ദാരിദ്ര്യം മൂലം നിങ്ങൾക്ക് സമ്പന്നരാകണം. അതുകൊണ്ട് 1 വർഷം മുമ്പേ നിങ്ങൾ ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഈ പണം. അത് ഈ നല്ല കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കും ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ പ്രകടിപ്പിച്ച ആ സന്നദ്ധത കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുകയും താല്പര്യത്തോടെ കൊടുക്കുകയാണെങ്കിൽ ഉള്ളതിൻ്റെ ഓഹരി കൊടുത്താൽ മതി. 1 രൂപയുള്ള ഇതിൽ 1 പൈസ കൊടുത്താൽ ധാരാളം മതി എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇല്ലാത്തവന് ഒരുപാട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് താല്പര്യത്തോടെ കൊടുക്കണമെന്ന് മാത്രം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. നിങ്ങളുടെ കഴിവില്ലായ്മയൊന്നും കണക്കാക്കേണ്ടതില്ല. എന്നിട്ട് പൗലോസ് പറയാണ്, ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും നിങ്ങളൊക്കെ കഷ്ടപ്പെടണം, ബാക്കിയുള്ളവരെല്ലാം സുഖമായിട്ട് ജീവിക്കണം. അങ്ങനെയല്ല. നിങ്ങൾ മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണമെന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തപ്പെടണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നാണ്. പിന്നീട് അവർ സമൃദ്ധിയുള്ളവരാകും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പാവപ്പെട്ടവരായിന്ന് വരും. അവർ തിരികെ നിങ്ങൾക്ക് നൽകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൊടുത്തേ മതി. അങ്ങനെ നിങ്ങൾക്ക് സമത്വമുണ്ടാകണമെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മുടെ രൂപതകളും നമ്മുടെ സന്യാസങ്ങളും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ദൈവത്തിൻ്റെ നൂലാമാലകൾപ്പെട്ട് നമുക്ക് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു. പലപ്പോഴും നമ്മൾ വ്യക്തികൾ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടാകും, പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ സിൻ എന്ന് പറയുന്നതിനെ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കുടുംബത്തിലാണെങ്കിൽ ഇതുപോലെ ഒരുപക്ഷെ കുടുംബനാഥന് കൊടുക്കണമെന്ന് തോന്നുന്നു, പക്ഷേ മക്കൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് താല്പര്യമായിരിക്കും, അപ്പോൾ കുടുംബനാഥനും മറ്റു മക്കൾക്കും താല്പര്യമില്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥാവിശേഷത്തിൽ നമ്മൾ പെട്ടുകിടക്കുകയാണ്. ഇവിടെയാണ് പൗലോസ് പറയുന്നതാണ്, ഈ നോമ്പ് കാലത്ത് നമ്മളെല്ലാം മാനസികമായിട്ട് ഈ രീതിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയൊക്കെ മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കണമെന്നാണ്. നമുക്കുള്ളത് കൊണ്ട്
കൊടുത്താൽ മതി, ഇല്ലാത്ത കൊടുക്കണമെന്നും പറയുന്നില്ല. സുവിശേഷം, മത്തായി സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്ടിക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്ന അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. പിതാവായ ദൈവം നമുക്ക് രഹസ്യത്തിൽ ചെയ്തതിന് പരസ്യമായ പ്രതിഫലം നൽകുന്ന കാര്യത്തെക്കുറിച്ചാണ്. പലപ്പോഴും ഇന്ന് നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്ന ഇതാണ്. ഒരു വീട് വെച്ച് കൊടുത്ത് ഉടനെ പിന്നെ വലിയ കൊട്ടി ഘോഷിച്ച് എല്ലാവരെയും അറിയിച്ച് നമ്മൾ ആ വീട് കിട്ടുന്നവരുടെ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ ശരിക്കും ഒരു വേദിയിൽ വന്നൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും ഉരുകിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, സഭ എന്താ ചെയ്യുന്നത്? സഭയൊന്നും ചെയ്യുന്നില്ല, ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇതുപോലെ കൊട്ടി ഘോഷിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ കൊട്ടി ഘോഷിക്കപ്പെടണം എന്ന് പറയുന്നത്, ചിലർ പറയുന്നത് ആളുകൾ അറിയണം. ഓക്കെ, അറിയണം എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതേ സമയത്ത് തന്നെ ഒരു കുഞ്ഞു കാര്യം ചെയ്തിട്ട് അതിനെ ഇങ്ങനെ പെരുപ്പിച്ച് എനിക്ക് ബഹുമാന്യത കിട്ടാൻ വേണ്ടിയുള്ള വലിയൊരു തത്രപ്പാട്, അതിനെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവ് നമുക്ക് മുഴുവൻ തന്നതുപോലെ ആ ഒരു കൊടുക്കാനുള്ള മനസ്സോടുകൂടി കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശംസ കിട്ടിയില്ലോ എന്നുള്ളത് അല്ല ഇതിൻ്റെ പ്രശ്നം. പലപ്പോഴും നമ്മുടെ വേദികളിൽ കണ്ടിട്ടുണ്ട്, അല്പം എങ്ങാനൊരു നന്ദി പറയുന്നതിൽ കുറഞ്ഞു പോയെങ്കിൽ വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നവർ, തങ്ങളുടെ പേരുകൾ ചില റിപ്പോർട്ടുകളിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവർ, തങ്ങളെക്കുറിച്ച് പള്ളിയുടെ സുവനീറിൽ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവർ, പൊതുയോഗത്തിൽ, കമ്മിറ്റി മീറ്റിങ്ങിൽ എല്ലാം ഇത് തന്നെയാണ്. നമ്മളുടെ ഈ കർത്താവിൻ്റെ വചനത്തോടുള്ള ആഭിമുഖ്യം എവിടെയാണ്? ഒരുപക്ഷെ നമ്മളിത് വായിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ നോമ്പ് കാലത്ത് പ്രിയമുള്ളവരെ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം ഇതാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം തുടർച്ചയായിട്ട് വായിക്കുക. കർത്താവിൻ്റെ ഈ വചനങ്ങളൊക്കെ നമ്മൾ ഓർക്കുക. ഒന്നുമില്ലെങ്കിലും ഈ ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും അന്നത്തെ വായനകളെടുത്ത് വായിച്ച് ഈ രീതിയിലൊന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും നമുക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ മാറ്റങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ള മാറ്റങ്ങൾ, ഹൃദയത്തിലുള്ള മാറ്റങ്ങൾ. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്ന് പറയുന്നത്. കേവലം ഒരു ദിവസം ഇറച്ചി വേണ്ടെന്ന് വെക്കുന്ന, മീൻ വേണ്ടെന്ന് വെക്കുന്നതല്ല. അല്ലെങ്കിൽ ചെരുപ്പിടാത്ത കാലുകൊണ്ട് മലയാറ്റിൽ പോകുന്നതുമല്ല. അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. വൃത്തിത അത് പോകുമ്പോഴും അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ളൊരു മാനസികമായിട്ടുള്ള ആത്മീയമായ മാറ്റം നടന്നില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി പുതിയ മനുഷ്യരാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമില്ല. പൗലോസ് പറയുന്നതാണത്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമ്മളെയൊക്കെ ഈ രീതി കർത്താവിൻ്റെ വചനമനുസരിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.